ഇവിടെ ശ്രീ പി ജയരാജൻ നേരത്തെ ചോദിച്ചത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിന് ജീവനോടെ മടങ്ങാൻ കഴിഞ്ഞത് തന്നെ അത്ഭുതം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പോൾ ഏത് ഇന്ത്യൻ പൗരന് ഒരു പരാതി കൊടുക്കാമല്ലോ, അതുപോലെ പരാതി കൊടുത്ത ആളാണ് ഷോൺ ജോർജ്. പരാതി കൊടുത്ത ആളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക എന്നൊക്കെ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇന്ന് കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ പിണറായി വിജയന്റെ കണ്ണൂരിലെ വീടിന് മുമ്പിൽ താങ്കൾ അടക്കമുള്ള ഒരു വലിയ ആളുകളുടെ പട അവിടെ ഉണ്ടാവുന്നു. ഈ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥര് വളരെ ശ്രമകരമായ നിലയിലാണ് തിരിച്ച് ഇറങ്ങി വന്നത് പോലും. അത് തന്നെ അവിടെ ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി തന്നത് ആ ക്രൗഡിന് ബോധ്യപ്പെട്ടതിന് ശേഷം രാഷ്ട്രീയമായി നേരിടുക എന്ന് പറയുന്നത് ഈ ജനക്കൂട്ടത്തെ അണിനിരത്തി ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടഞ്ഞുകൊണ്ടാണോ? അഭിലാഷേ, ഇത് ഈ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു പുതിയ ചുവടുവെപ്പാണ് ഇന്ന് ഈ 11 ഇടങ്ങളിൽ നടന്നിട്ടുള്ള EDയുടെ റെയ്ഡ്. ഇവിടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള മാത്യു കുഴൽനാടൻ പറയുന്നത് എനിക്ക് അമിതാവേശമില്ല എന്നാണ്. അദ്ദേഹത്തിന് ആവേശം തോന്നില്ല. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം നിയമസഭക്കകത്തും പുറത്തും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് നിയമപരമായിട്ട് ഉള്ളൊരു നടപടിയാക്കി മാറ്റാൻ ഒരു വക്കീലായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. എവിടെയൊക്കെ പോയി? വിജിലൻസ് കോടതി, അതുപോലെ തന്നെ ഹൈക്കോടതി, പിന്നെ സുപ്രീം കോടതി. അവിടുന്നൊക്കെ തലക്ക് നല്ല മേട് കിട്ടി ഈ വക്കീലിന്. വക്കീലന്മാരുടെ കൂട്ടത്തിൽ അപൂർവം ചില വക്കീലന്മാരുണ്ട്. ഏത് പിന്നെ തോൽക്കുന്ന ഹർജി അതാണ് കോടതിയിൽ തുടക്കത്തിൽ തന്നെ ആ ഹർജി കൊടുത്തപ്പോൾ തന്നെ തള്ളുന്ന കേസുകളും ചില വക്കീലന്മാർ പണം കിട്ടുമെങ്കിൽ ആ കേസ് ഏറ്റെടുക്കാറുണ്ട്. അതേപോലെയുള്ള ഒരു വക്കീലിൻ്റെ ഇടപെടൽ ഈ കേസിൽ നടന്നിട്ടുണ്ട്. ഇവിടെ എന്താ വിഷയം? എക്സാലോജിക് എന്ന കമ്പനിയും പിണറായിയുടെ മകൾ വീണയുടെ കമ്പനിയും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ലൈനുകൾ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും അത് ഒരു വർഷത്തേക്ക് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ കൃത്യമായിട്ട് വൈദ്യുതി പ്രസരിപ്പിക്കാൻ, അത് വൈദ്യുതി വിളക്കുകൾ കത്തിക്കാനൊക്കെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഒപ്പിടാറുണ്ട്. ഒരു വർഷത്തേക്കുള്ള ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എത്രയാണോ ആ എഗ്രിമെൻ്റ് അനുസരിച്ച് തുക കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. ഇവിടെ എക്സാലോജിക് കമ്പനി വീണയുടെ കമ്പനിക്ക് കൊടുത്ത പ്രതിഫലത്തെ സംബന്ധിച്ച് അവർക്ക് യാതൊരു പരാതിയുമില്ല. നോക്കണം, എക്സാലോജിക് കമ്പനിക്ക് യാതൊരു പരാതിയുമില്ല. ഇവിടെ വീണയ്ക്ക് യാതൊരു പരാതിയുമില്ല. ആർക്കാ പരാതി? ഈ ഷോൺ ജോർജിന് പരാതി ഉണ്ടാവുന്നു. അദ്ദേഹവും കുഴൽനാടനുമൊക്കെ മത്സരിച്ചുകൊണ്ട് പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ, അദ്ദേഹത്തിൻ്റെ മേലെ ചെളിവാരി എറിയാൻ വേണ്ടി ആസൂത്രിതമായ പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഷോൺ ജോർജ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു കളിയാണ്, കൊട്ടേഷൻ. ആ കൊട്ടേഷൻ ആരാണ് ഏറ്റെടുക്കുന്നത് എന്ന് ഷോൺ ജോർജ് സ്വയം പരിശോധിച്ചാൽ മതി. ആ കൊട്ടേഷൻ്റെ പല വിവരം ഞങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഒരു പാർട്ടി നേതാവിനെ, CPM-ൻ്റെ നേതാവിനെ കരിവാരി തേക്കാനുള്ള ഒരു യത്നവും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ അഭിലാഷ് ചോദിച്ച ആദ്യത്തെ ചോദ്യമുണ്ട്. ഇന്നത്തെ റെയ്ഡിനിടയിൽ ചില സ്ഥലത്ത് പോലീസിനെതിരെ ബലപ്രയോഗമുണ്ടായി. ഇവിടെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പിണറായിയുള്ള വീട്ടിന് മുമ്പിൽ റെയ്ഡ് നടക്കുന്നത് അറിഞ്ഞിട്ട് ഞാനൊക്കെ അവിടെ പോയി. ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാർ അവിടെ എത്തി. സ്ത്രീകളും പുരുഷന്മാരും അടക്കം അവിടെ എത്തി. കാരണം അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ പൊതുജീവിതം ആളുകൾക്ക് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ്. അത് മാത്യു കുഴൽനാടനോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ഷോൺ ജോർജിനെ പോലെയുള്ള ആളുകൾക്കോ ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലക്ക് അത്രയും സുതാര്യമായിട്ടൊരു പൊതുജീവിതത്തിൻ്റെ ഉടമയാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ നേരിട്ട് അറിയാമല്ലോ, നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. ജനങ്ങൾ ഒത്തുകൂടി. അവിടെ എന്താ ഒരു അനിഷ്ട സംഭവം ഇല്ലാതിരുന്നത്? പോലീസിൻ്റെ അധികാരികൾ വന്നു. അവിടെ ഈ EDയുടെ 15ഓളം ഉദ്യോഗസ്ഥന്മാർ രാവിലെ 6 മണിക്ക് പോയി. എന്നിട്ട് 8:30 മണി മുതൽ റെയ്ഡ് നടത്തി 2 മണി വരെ ആ റെയ്ഡ് തുടരുന്നു. അവിടുന്ന് എന്താ കണ്ടെത്തിയത്? ഒന്നും കണ്ടെത്തിയില്ല എന്ന് നോക്കണം. നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നാണല്ലോ താങ്കളൊക്കെ പറയുന്നത്. ആ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്
ഇത്രയും മണിക്കൂർ അവിടെ റെയ്ഡ് ചെയ്തിട്ട് എന്താ അവർ കണ്ടെത്തിയത്? ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ വീടിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള നാണുവട്ടന് എഴുതി കൊടുക്കേണ്ടി വന്നല്ലോ. ആർക്ക്? ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക്. അതിനുശേഷം ഞങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ നാണുവട്ടന് അവിടെ ആ പൂട്ടിയിട്ട വീടാണ്, പിണറായിയുടെ വീട് പൂട്ടിയിട്ട വീടാണ്. ആ പൂട്ടിയിട്ട വീട് കസ്റ്റോഡിയനായിട്ടുള്ള അവിടെ പിന്നെ ക്ലീനിങ് ഒക്കെ നടത്തുന്ന നാണുവട്ടനടക്കമുള്ള ആളുകൾക്ക് വിവരം കൊടുത്തിട്ട് തുറക്കുന്നു. എന്നിട്ട് ഇത്രയും മണിക്കൂർ റെയ്ഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുകയാണ്. ഇവിടെ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണം തുടരാമെന്നുള്ള വിധി വാങ്ങിച്ചതിന് ശേഷം ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കാര്യം ചെയ്യാമല്ലോ. ഒന്ന്, വീണയാണെങ്കിൽ വീണയെ വിളിച്ചു വരുത്താലോ, നോട്ടീസ് കൊടുക്കാലോ. എന്താ നോട്ടീസ് കൊടുക്കാതിരുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഇ ഡി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻ്റാണ് എന്ന് കഴിഞ്ഞ കേസുകളിലൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഞാനിവിടെ മാത്യു കുഴുതാണ്ടനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നേതാവ് രാഹുൽ, ഇവിടെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ടുള്ള നാഷണൽ ഹെറാൾഡ് കേസുണ്ടല്ലോ, ആ കേസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ നേതാക്കന്മാരെയും ഒക്കെ പിടിച്ച് ചോദ്യം ചെയ്തല്ലോ. അന്ന് കോൺഗ്രസ്സുകാരുണ്ടാക്കിയ ബഹളം എന്താണ്? അക്രമം എന്താണ്? ഇവിടെ യഥാർത്ഥത്തിൽ പിണറായിയിൽ സംഭവിച്ചത് ഈ നടപടി പൂർത്തീകരിച്ചതിന് ശേഷം അവിടുന്ന് ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇ ഡി ഉദ്യോഗസ്ഥന്മാർ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത്, ഈ പ്രതിഷേധിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ജനങ്ങൾ, ആബാലവൃദ്ധം ജനങ്ങൾ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്, ഞങ്ങൾ ജാഥയായിട്ട് പോവുകയാണ്, അതിനുശേഷം മാത്രമേ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ്. തിരുവനന്തപുരത്ത് സംഭവിച്ചത്, ഷോൺ ജോർജ് പറഞ്ഞതിൽ ഒരു വസ്തുതയുണ്ട്. തിരുവനന്തപുരത്ത് സംഭവിച്ചത് ഈ ഇങ്ങനെയുള്ള ഒരു ജനാംഗീകാരമുള്ള ഒരു നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ. പക്ഷേ ആ റെയ്ഡിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ പുറത്ത് കൊണ്ടുവരുന്ന അവസരത്തിൽ ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കൊണ്ടുവരിക എന്നത് തീർച്ചയായിട്ടും ബുദ്ധിമോശമാണ്. ആ ബുദ്ധിമോശമുള്ള നടപടിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചത്. അതിന്റെ ഫലമായിട്ട് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ. പക്ഷേ ഇത് CPM തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അക്രമമാണ് എന്ന് വാദിക്കുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യം, ഇ ഡിയെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അവിടെ ഈ ഏറ്റവും ഒടുവിൽ പിണറായിയുമായി ബന്ധപ്പെട്ട ഈ വീടുകളിലൊക്കെ നടത്തിയിട്ടുള്ള റെയ്ഡ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആ പ്രതിഷേധാർഹമായിട്ടുള്ള നടപടിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ശരി, ഓക്കെ. ഇ ഡി രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി ഇത്തരം നടപടികൾ ചെയ്യുകയാണെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാവും. ശരി.